നമസ്കാരം കൂട്ടുകാരെ, ഗോൾ വിന്നർ മാസ്റ്റർ ഷെഫ് പിള്ളെ 1 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പാർട്ണർ ഗ്രെയിൻ ആൻഡ് ഗ്രേഡ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയയിലൂടെ ഈ അടുത്ത് വൈറലായ ഒരു കപ്പിളുണ്ട്, ദീപയും കുക്കും. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ദീപയാണ്. സ്വാഗതം ചെയ്യാം. ദീപ, നമസ്കാരം. തിരിച്ചും നിങ്ങളുടെയൊക്കെ കുറെ കാര്യങ്ങൾ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ഭയങ്കര കുറെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയൊക്കെ ഉള്ള ഒരാളാണ്. യൂട്യൂബ് ചാനലും അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വൈറലായി നിൽക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പൊ ആ സ്റ്റോറിയാണ് എനിക്ക് അറിയേണ്ടത്. നല്ല ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ ഉണ്ടായിരുന്നു, ആ ഒരു കരിയർ വിട്ടിട്ട് വേറൊരു കരിയറിലേക്കുള്ളൊരു സംഭവം അതിനകത്ത് നല്ല രീതിയിൽ ശോഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയായിരുന്നു, ആ ഒരു സ്റ്റോറി എന്താണെന്ന് പറയും? ഓക്കെ, ഞാൻ പഠിച്ചു കഴിഞ്ഞ വഴിക്ക് ജോലിക്ക് കയറിയതാണ്. ഒരു 5 വർഷം HR ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിരുന്ന. പിന്നെ ഞാൻ കല്യാണം കഴിച്ചത് ഒരു ആർട്ടിസ്റ്റിനെയാണ്. അപ്പം ആർട്ടിസ്റ്റ് ലൈഫും പ്രൊഫഷണൽ ലൈഫും തമ്മിൽ ചേർന്ന് പോകാൻ എന്നാ പിന്നെ ആർട്ടിസ്റ്റ് ലൈഫിലേക്ക് തന്നെ തിരിയാം. എന്തായാലും ഞാനിപ്പോ ചെയ്യുന്നത് ഞാൻ പഠിച്ചത് തന്നെയാണ്, മാനേജ്മെന്റ് സൈഡാണ്. അതെ, നമ്മുടെ സ്വന്തം കമ്പനിയാണ്, നമുക്ക് ഇഷ്ടമുള്ളപ്പോ പോയാൽ മതി. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതും സ്വന്തം കമ്പനിയിലോട്ട് മാറി, അപ്പൊ അതിന്റേതായ കൂടുതൽ വർക്ക് ചെയ്തോ എന്താണ് ഇപ്പൊ പറഞ്ഞത്? എന്റെ സ്വന്തം കമ്പനിയായിട്ട് വല്ലപ്പോഴൊക്കെ അത് അങ്ങനെ അല്ലാന്ന് എനിക്കറിയാം. അങ്ങനെ നമ്മൾ 24/7 ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അതാണ് കേട്ടോ, എല്ലാവരും ഈ ബിസിനസ്സിലൊക്കെ വരുമ്പോൾ എല്ലാവരും എനിക്ക് ഭയങ്കര അതിന്റെ ഒരു നല്ല വശങ്ങൾ എപ്പോഴും കാണും. ഭയങ്കര ഈസിയാണ്, സ്വന്തമായിട്ട് എന്തും ചെയ്യാം. ബട്ട് അതിന്റെ ബാക്ക് എൻഡ് സ്റ്റോറി നോക്കുമ്പോൾ ഒരുപാട് സാക്രിഫൈസും ടൈം 365 days 24/7 അവൈലബിൾ ആയിരിക്കണം. പക്ഷെ അത് രസമാണ്, നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഫഷന്റെ കൂടെ നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് ലൈഫും കൂടെ കൊണ്ടുപോകുമ്പോൾ അത് കുറച്ചും കൂടി രസമാണ്. അതിന് നിങ്ങളുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പൂർണ്ണമായിട്ട് ഒരു കലാകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന് പ്രൊഫഷണലി നിങ്ങളാണ് അതിന്റെ ബാക്കപ്പ് ചെയ്ത് ഇതിനെ കൊണ്ടുപോകുന്നത്. അപ്പൊ അത് ഒരു പ്രൊഫഷണലിസം കൊണ്ട് എങ്ങനെയാണ് അതിനെ കറക്റ്റ് ആയിട്ട്? ഈ ആർട്ടിസ്റ്റുകളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ നിറഞ്ഞാണ്. അവർക്ക് ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് പോകാൻ അറിയില്ല, ഭയങ്കര മെസ്റ്റപ്പ് ആയിരിക്കും. പക്ഷെ അവർ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യും, പക്ഷെ ഓർഗനൈസ്ഡ് ആവാൻ ഭയങ്കര പാടാ. അപ്പൊ ആ ഒരു ലെവലിൽ ഞാൻ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ HR ആണല്ലോ, വരച്ച വരെ അവിടെ വെക്കണം. ആ ഒരു ഡിസിപ്ലിൻ അവിടെ ആ ഇതിൽ കൊണ്ടുവരികയും ആ ഡിസിപ്ലിൻ കറക്റ്റ് ആണ്. എപ്പോഴും നമ്മൾ ഒരു സംഭവമൊക്കെ വരുമ്പം അതിനകത്ത് ഡിസിപ്ലിനും കൂടെ വരുമ്പോഴാണ് അതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സക്സസ്. ഈ പറഞ്ഞ പോലെ കലാകാരന്മാർ അവരുടെ ഒരു ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിയേറ്റീവ് മൈൻഡിൽ മൂടിയായിരിക്കും. ചില സമയങ്ങൾ അവർ നന്നായിട്ടങ്ങ് നമുക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല. ചില സമയത്ത് അവര് പലതും അവർക്ക് പറ്റണമെന്നില്ല, ചില സമയത്ത് നമുക്കത് മനസ്സിലാവില്ല. ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ അവിടെ ഡിസിപ്ലിനൂടെ ഒക്കെ വരുമ്പോഴാണ് അതൊരു പ്രൊഫഷണലിസമായിട്ട് മാറുക. അപ്പൊ അത് ഇദ്ദേഹത്തിന്റെ കുറെ കഴിവുകൾ നമ്മളത് സോഷ്യൽ മീഡിയയിലൂടെ അത് കണ്ടാണ്. ഇപ്പോന്ന് പറഞ്ഞാൽ കുക്കു ക്രിയേറ്റീവ് സൈഡ് അവൻ നോക്കുന്നു, ഞാൻ മാനേജ്മെന്റ് സൈഡ് നോക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്നോട് ചോദിക്കുമായിരിക്കും, എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവനോട് ചോദിക്കുമായിരിക്കും. ഞാൻ പറയും കുക്കു ആക്ച്വലി ഒരു നല്ലൊരു ബിസിനസ് മാൻ ആണെന്ന് പറയും. ഞാൻ ഭയങ്കര ഓർഗനൈസ്ഡ് ആയാലും പ്രശ്നം, അപ്പം ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് പിടിക്കുമ്പോൾ പറയും അത് വേണ്ട, അത്ര സ്ട്രിക്റ്റ് വേണ്ട, കുറച്ചൊക്കെ ഒന്ന് കഴിഞ്ഞു കൊടുക്കാം. അപ്പൊ ഞാൻ ഓക്കെ ഫൈൻ. അങ്ങനെ ഒരു മ്യൂച്വൽ ആയിട്ട്, കാരണം എന്റെ സൈഡിൽ നിന്ന് ഫോൾട്ട് വരുന്നത് അവൻ കറക്റ്റ് ചെയ്യും, അവന്റെ സൈഡിൽ നിന്ന് ഫോൾട്ട് വരുന്നത് ഞാൻ കറക്റ്റ്. അതാണ് കറക്റ്റ് ആയിട്ട്. ഇത്രയും ഞാൻ അങ്ങനെ കുറെ ആൾക്കാരെ കണ്ടു. ചിലർ ബിസിനസ്സിനകത്ത് വരുമ്പോൾ അതിനെ ഫാമിലിയെ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ചെയ്യിക്കുകയില്ല. കാരണം ഫാമിലി വേറെ, ബിസിനസ് വേറെ. അങ്ങനെയുള്ള ആൾക്കാരെ എനിക്കറിയാം. ചിലർ ജോയിന്റ് ഫാമിലി ആയിട്ട്, ഹസ്ബൻഡ് വൈഫായിട്ട്, അങ്ങനെ ഒത്തിരി ഫ്രണ്ട്സ് എനിക്കുണ്ട്. അത് രണ്ടിലും അതിന്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും. അതെങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുക? അത് എനിക്ക് ചോദിച്ചറിയാൻ പറ്റിയ ഒരാളിതാണ്. അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അന്ന് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് ഒരു 14 days ലീവ് ഉണ്ട്. കല്യാണം കഴിഞ്ഞ മാരേജ് ലീവ് ഉണ്ടാവുമല്ലോ. ആ ലീവിന് ഞാൻ ഇവിടെ ഇങ്ങനെ മനം നോക്കിയിരിക്കുന്നു. അവൻ ആക്ച്വലി ഒരു കൊറിയോഗ്രാഫി ഉണ്ടായിരുന്നു. അപ്പം അവന്റെ കൊറിയോഗ്രാഫിയുടെ സൈഡിലേക്ക് പോയി. ഞാൻ ഈ 14 ദിവസം ലീവായിട്ട് വെറുതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു നോക്കിയത് റിസൈൻ ചെയ്ത് ഈ വഴിയിലേക്ക് തന്നെ പോവാം, ഒരുമിച്ച് പോകണം, നല്ലത്, അതാണ് നമുക്ക് സേഫ് ആവുന്നത്. ഇവരുടെയൊക്കെ ബിസി ലൈഫാണ്, രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുന്ന അങ്ങനെ കുറേ ഫാമിലീസ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബിസി ലൈഫിൽ ഏതെങ്കിലുമൊക്കെ ഒരു ചെറിയ ഏതെങ്കിലും ഡെയിലി എല്ലാ ആഴ്ചയിലും ചിലപ്പോൾ ഒരു 4 മീലൊക്കെ ആയിരിക്കും ഒരുമിച്ച് കുക്ക് ചെയ്ത് കഴിക്കാൻ കിട്ടുന്ന സമയമുള്ളൂ. കാരണം അവർ അത്രയ്ക്കും ബിസിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊരു ചിക്കൻ വിത്ത് ഒരു മല്ലിയിലയും പച്ചമുളകും കുറച്ച് വിനീഗറും ഉപ്പും കല്ലുപ്പൊടി ഇട്ടിട്ടുള്ളൊരു പേസ്റ്റിനകത്ത് ചിക്കൻ്റെ ബ്രഷ് പീസ് അല്ലെങ്കിൽ ബോൺലെസ് ചെയ്ത പീസ് മറിനേറ്റ് ചെയ്തിട്ട് ഈസി ആയിട്ട് ഗ്രില്ല് ചെയ്തിട്ട് ഒരു തൈരും ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒരു ചട്നി അതുകൊണ്ട്. അപ്പോൾ അതാണ്. അതിപ്പം ഓൾറെഡി ഞാൻ അതിൻ്റെ സോസ് ഇതാണ് സോസ്. അത് കാരണം കുറച്ച് മല്ലിയില നന്നായിട്ട് കഴുകി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ ഐസിനകത്ത് ഇട്ടുമ്പോൾ അതിൻ്റെ കളർ കറക്റ്റായിട്ട് കിട്ടും. കുറച്ച് ഐസ്, വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് പച്ചമുളകും അതുപോലെ നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ട് ലേശം അതിൻ്റെ സീസൺ ചെയ്യാൻ വേണ്ടിയിട്ട് കല്ലുപ്പും ഒരല്പം വിനീഗർ ഇട്ടിട്ട് ഈ ഒരു പേസ്റ്റ് ആക്കി ചിക്കനകത്ത് സോൾട്ട് ആൻഡ് പെപ്പർ ഇട്ട് മറിനേറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഇതൊരു പാൻ ചൂടാക്കിയതിന് ശേഷം ലേശം ബട്ടർ ഇടുകയാണ് ആദ്യം. ഓക്കെ, എനിക്ക് തോന്നുന്നുണ്ടേ എന്താ പറയാ, ചേട്ടനും ഞാനും ഒക്കെ ഒരേ വേവ് ലെങ്ത്. അതെന്താണ്? ഞാൻ ഇടയ്ക്കൊക്കെ കുക്ക്
ചെയ്യാൻ കയറുള്ളൂ. പക്ഷെ കയറുമ്പോൾ എന്റെ ഭയങ്കര പരീക്ഷണങ്ങൾ. അപ്പം സാറിന്റെ എല്ലാ ഇങ്ങനെ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടാവും അതിനകത്ത്. കുറെ ഫ്യൂഷൻസ് ട്രൈ ചെയ്യാറുണ്ട്, എല്ലാം ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളത് ബട്ടറിലും ജസ്റ്റ് ഒന്ന് പാൻ ചൂടായി കറക്റ്റായിട്ടായി. ഇനി ഈ ഒരു ചിക്കൻ എങ്ങനെയാണ് നിങ്ങളുടെ കുക്കിംഗ് പറയൂ. ഞങ്ങളും ഈ പറഞ്ഞ ഇടയ്ക്ക് കുക്ക് ചെയ്യും, ഇടയ്ക്ക് പുറത്തുനിന്ന് കഴിക്കും, അങ്ങനെയൊക്കെയാണ്. പിന്നെ കുക്കും ഹെൽപ്പ് ചെയ്യും എന്നെ. കുക്കിന് അങ്ങനെ വലിയ വലിയ ഡിഷസ് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. നിങ്ങൾക്ക് പറഞ്ഞ കേട്ടാത്തൊന്നും നിങ്ങൾക്ക് എല്ലാം അറിയാം. കുക്കിന് വലുതായിട്ടൊന്നും അറിയില്ല എനിക്ക്, പക്ഷേ പപ്പടം കാച്ചാൻ അറിയാം. എനിക്കറിയുന്ന പോലെ അവനറിയില്ല. എന്താണ് നിങ്ങൾ ഒരു ടൈം കിട്ടിയാൽ, അത് നിങ്ങൾക്ക് ഒരു ഓഫ് ഡേ കിട്ടുകയാണ്, അപ്പം വെളിയിലൊന്നും പോകാനുള്ള ഒരു മൂഡില്ല, വീട്ടിലിരുന്ന് ചില്ല് ഔട്ട് ചെയ്യാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെ കുക്ക് ചെയ്താൽ എന്ത് ഡിഷായിരിക്കും ഫസ്റ്റ് ചോയ്സ്? ഫസ്റ്റ് ചോയ്സ് അവന് ഏറ്റവും ഇഷ്ടം പരിപ്പേറിയാണ്. അത് ലോകം മൊത്തം അറിഞ്ഞൊരു കാര്യമാണ്. അപ്പം പരിപ്പേറി വെച്ച് നല്ല ചോറും പപ്പടവും അച്ചാറൊക്കെ കൂട്ടി കഴിക്കും. എപ്പോഴും ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ ആവുന്നതുകൊണ്ട് പുറത്തുനിന്ന് എപ്പോഴും കഴിക്കുന്നതാ. അപ്പം അതുകൊണ്ട് നാടൻ ഫുഡ് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഈ പരിപ്പേറിയുടെ കൂടെ ഒരു ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ലക്ഷറി ആയി. അതുപോലെ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് എന്താണ്? ഞാൻ ഫിഷിന്റെ ആളാണ്. ഈ കുക്കു അതേപോലെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുക്ക് ചെയ്ത് തരുമോ, അതോ ഒരുമിച്ചാണോ? വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മൊത്തം കിച്ചൺ ആരുടെയാണ് കൺട്രോൾ? കിച്ചൺ ഞാൻ തന്നെ ആയിരിക്കും, പക്ഷെ കുക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ടാവും, എപ്പോഴും ഉണ്ടാവും. വിളിച്ചു കഴിഞ്ഞാൽ വരും. എന്താ ഹെൽപ്പ് വേണ്ടതെന്ന് ചോദിച്ചാൽ അടുത്തുണ്ടാവും. ചിലപ്പോൾ ഡിഷസ് വാഷ് ചെയ്ത് തരും, അല്ലെങ്കിൽ ചിലപ്പോൾ കട്ട് ചെയ്ത് തരും. രണ്ടുപേരോട് ഹെൽപ്പ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പൊ വീട് ശരിക്കും നിങ്ങളുടെ സ്വദേശം എവിടെയാണ്? ഞങ്ങൾ തൃശ്ശൂരാണ്. രണ്ടുപേരും തൃശ്ശൂരാണ്. അപ്പൊ ഇപ്പം പ്രൊഫഷണലി ആയതുകൊണ്ട് കൊച്ചിയിൽ വന്ന് താമസിക്കുന്നു. തൃശ്ശൂരിലെ ഭക്ഷണം ഏതാണ് ഇഷ്ടപ്പെട്ടത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയി പോകും. എന്നാൽ വീട്ടിലുണ്ടാക്കി തരുന്നത്, വീട്ടിലിപ്പോ അമ്മയൊക്കെ ഉണ്ടാക്കി തന്ന ഭക്ഷണം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഫിഷ് കറിയാണ്. ഫിഷ് കറി ചോറും മീൻകറിയായിട്ട് കഴിക്കാനാണ്. അവിടുന്നാണ് എനിക്ക് ആ ഫിഷ് കറിയോടുള്ള ഇഷ്ടം വന്നത്. നമുക്ക് എത്ര പുറത്തുനിന്ന് കഴിച്ചാലും അമ്മമാരുണ്ടാക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് വേറെ ഇവിടെ നിന്ന് കിട്ടില്ല. നെക്സ്റ്റ് 5 ഇയേഴ്സിൻ്റെ ആസ് എ ഒരു HR പ്രൊഫഷണൽ എന്ന നിലയിൽ സ്റ്റാറ്റിക്സും ബിസിനസ്സും ഇപ്പോഴത്തെ മോഡേൺ ട്രെൻഡ്സ് ഒക്കെ അറിയാവുന്ന ഒരാൾ നിങ്ങളായിരിക്കും അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ ഇങ്ങനെ വേണം എന്നൊക്കെ പറയാം. വാട്ട്സ് യുവർ ഗോൾ? ആക്ച്വലി ഞങ്ങൾക്ക് പുറത്തു പറയാറായിട്ടില്ല, സീക്രട്ടാണ്. പക്ഷെ അതിന്റെ വർക്ക്സ് നടക്കുന്നു. ആസ് സൂൺ ആസ് പോസിബിൾ നമ്മൾ അത് റിവീൽ ചെയ്യും. അപ്പം അതിനുള്ള ഭാഗ്യം ഫ്ലവേഴ്സ് ചാനൽ ഞാൻ തരുന്നില്ല. അല്ലാതെ കിട്ടട്ടെ. അതെ. അപ്പം പിന്നെ എന്താ പറയുക, നമ്മൾ കുറച്ചിപ്പം 4 years ആയി കേസ് കോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ നമ്മൾ കൊച്ചിയിൽ കൊണ്ടുവന്നിട്ട്. നാട്ടിൽ തൃശ്ശൂർ 2 വർഷം മുന്നേ ഉണ്ടായിരുന്നു. അപ്പൊ കൊച്ചിയാണ് ആക്ച്വലി ആൾക്കാരെല്ലാവരും അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. കൊച്ചിയിലെ ക്ലാസ് ആണ്. അപ്പം 4 വർഷമായിട്ട് നമ്മൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പം മെല്ലെ ഓക്കെ എന്നാൽ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം എന്നുള്ളൊരു കാലെടുത്ത് വെക്കുന്നേ ഉള്ളൂ. നമ്മുടെ അവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു ഹിപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞൊരു സ്റ്റൈലിനാണ്. അതാണ് ഇപ്പോൾ കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്റ്റൈല്. പിന്നെ ഫ്രീ സ്റ്റൈൽ ചെയ്യാൻ ഇഷ്ടമാണ് എല്ലാവർക്കും. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന പോലെ ഒന്നല്ല, കുട്ടികൾ റീൽസ് ചെയ്തിട്ട് അവർ കളിക്കുന്ന കാണുമ്പോൾ നമുക്ക് കൊതിയാവും. പക്ഷേ ഇവരൊക്കെ എവിടുന്ന് പഠിച്ചു? കാരണം കുട്ടികൾ സെൽഫ് ട്രെയിൻഡ് ആണ് കുറെ പേര്. അങ്ങനെ കുറെ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. നമ്മൾ സംസാരിച്ചിരിക്കുന്നത് ഇവിടെ എന്താ നടക്കുന്നത്? അത് ഞാൻ പറയാണ്. ഞാൻ ഈ കഥകൾ നിങ്ങളുടെ വളരെ ഫ്രീ ഫ്ലോ ആയിട്ട് പറയുന്നതുകൊണ്ട് എൻ്റെ ഇടയിൽ ഇത് എന്തായാലും പരീക്ഷിക്കാൻ നേരത്തെ പറഞ്ഞില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മറിനേറ്റ് ചെയ്ത് വെക്കുന്നു. അത് കഴിഞ്ഞ് പാനിനകത്തുള്ള പരിപാടിയാണ്. കുറച്ച് നേരം അത് ഗ്രില്ല് ചെയ്ത് ഓൾറെഡി ഒരു ഗ്രിൽ മാർക്കൊക്കെ കിട്ടി. ഒരു ഹെൽത്തി വേർഷൻ സാധനമാണ്. ഇതിനകത്ത് ഇനി നിങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ട സലാഡോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഹോൾ മീലായിട്ട് ബ്രെഡൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ചിക്കനൊക്കെ എപ്പോഴും കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇതുപോലെ ഓരോ ഡിഫറെൻറ്റ് മറിനേഷൻ മാറ്റാം. ഇതിപ്പോൾ മല്ലിയിലയാണ്, കുറച്ച് അതിനകത്ത് പുതിനയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറെ തരം ഫ്ലേവറാണ്. അത് അതിനകത്ത് കുറച്ച് പച്ചമുളക് മാറ്റി കാന്താരിയും ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ വേറെ തരം ഫ്ലേവറാണ്. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിനെ ചേഞ്ച് ചെയ്തിട്ട് ഇത് ചിക്കൻ ആക്കാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഫിഷ് ആക്കാം. ഞാൻ പറഞ്ഞ ഞാനും അതെ അതെ അതെ. കുറച്ച് ഇനി എൻ്റെ ബ്ലാക്ക് പെപ്പർ ഒക്കെ ഇട്ട് ഒരു സോസ് കൂടെ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. കുറച്ച് ബട്ടറിനകത്ത് യെസ് അതിങ്ങനെ ആക്കി ലേശം സോൾട്ട്, ഒരല്പം ബ്ലാക്ക് പെപ്പർ. നിങ്ങളുടെ ഒരു വിവാഹം കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വീട്ടുകാരൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾ അതിനെ പ്രൊഫഷണലി അതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകുന്നു, ഫെയിം വരുന്നു, പ്രശസ്തരാകുന്നു, ഒരുപാട് ആൾക്കാർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അതിനുശേഷം ഫാമിലിക്കുണ്ടായ മാറ്റം എന്താണ്? അവരെങ്ങനെയാണ് അതിനെ കണ്ടത്? അതിന്റെ മാറ്റം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് ഇഷ്യൂകൾ ഉണ്ടായിരുന്ന കല്യാണമായിരുന്നു. അതെ. ആൻഡ് ഫൈനലി അത് ഒന്നിച്ചു. രണ്ട് ഫാമിലികൾ തമ്മിൽ ഒന്നിച്ചിട്ടില്ല, പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചിട്ടുണ്ട്. അതുവരെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പം അവരും ഹാപ്പിയാണ്. കാരണം എൻ്റെ അച്ഛനായിരുന്നു ടെൻഷൻ. കാരണം ഞാൻ അച്ഛൻ്റെ ഒറ്റ മോളാണ്, എൻ്റെ ചേട്ടന്മാർക്ക് ഒറ്റ മോളാണ്. അപ്പൊ ലവ്
ലവ് മാരേജ് ആണ്, ഇന്റർകാസ്റ്റ് ആണ്. അപ്പം ഒബ്വിയസ്ലി അവർക്ക് ടെൻഷൻ ഉണ്ടാവുമല്ലോ. പിന്നെ എൻ്റെ അപ്പച്ചന് കുറെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒറ്റടിക്കാൻ തരത്തിൽ ഓക്കെ ഞാൻ ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഞാൻ പോവാണ്. ആ ഒരു സീനായിരുന്നു. ചേട്ടൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ പുള്ളിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ഞാൻ എടുത്ത തീരുമാനം ഒരിക്കലും തെറ്റായിട്ടില്ല എന്നുള്ളത് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം പുള്ളിയും ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണെന്ന് പുള്ളിക്ക് അറിയാം. അതുകൊണ്ട് പുള്ളി ഹാപ്പിയാണ്. എന്നെ വീട്ടിലേക്ക് വിളിച്ചു. ഞങ്ങൾ ലാസ്റ്റ് ക്രിസ്മസ് ഒരുമിച്ചായിരുന്നു വീട്ടിൽ, ഞാനും കുക്കും ഫാമിലി, എൻ്റെ ഫാമിലിയൊക്കെ കൂടിയിട്ടായിരുന്നു. അപ്പം അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ബിസിനസ് കൊണ്ട് എന്നെ വിളിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ പല ഇന്റർവ്യൂസിൽ ഞാൻ പറയാറുണ്ട്, കുഞ്ഞിക്കാല് കണ്ടിട്ടല്ല നമ്മളോട് ഇഷ്ടമാണ്. അത് അവർ മനസ്സിലാക്കും. എന്തെങ്കിലും ഒരു പോയിന്റിൽ ഞാൻ എടുത്ത ഡിസിഷൻ തെറ്റായിട്ടില്ല, അത് കറക്റ്റ് ഡിസിഷൻ ആണ്, നല്ല രീതിയിൽ പോകേണ്ടതെന്ന് കാണുമ്പോൾ ഒബ്വിയസ്ലി അവർ ഹാപ്പിയാണ്. പിന്നെ ഇപ്പൊ എല്ലാം കൂൾ ആൻഡ് കൂൾ. അതാണ് റൈറ്റ്. ആ ഒരു തീരുമാനം നമുക്ക് അറിയാമായിരുന്നല്ലോ നമ്മുടെ എടുക്കുന്ന. ഞാൻ ആ തീരുമാനം എടുക്കുമ്പോൾ എനിക്കറിയാം ഇതൊരിക്കലും തെറ്റാവില്ല. അതുകൊണ്ടാണ് അത്രയും 100% ഞാൻ ആ തീരുമാനം എടുത്തത്. അത് ഇപ്പോഴും ടച്ച് വുഡ്. അതെ, ചിക്കൻ പ്ലേറ്റ് ചെയ്യുന്ന ഒരു സമയം. ദീപാദേ നമ്മുടെ ഗ്രിൽഡ് കൊറിയാണ്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതിനൊരു ചട്നിയുടെ നമ്മളുണ്ട്. അത് നല്ല കട്ട തൈര് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ടുള്ളൊരു ഡ്രസ്സിംഗ് ആണ്. കൂടെ പിന്നെ ഒരു സലാഡ്, ക്യാരറ്റും സവാളയും പച്ചമുളകും ക്യാപ്സിക്കും കൂടെ ഉപ്പും നാരങ്ങ നീരോടെ ചേർത്തൊരു സംഭവം, ഒരു സലാഡ്. ഇങ്ങനെ ഒരു ഗ്രിൽ. നിങ്ങൾക്കൊരു ഹെൽത്തി ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാൾക്കാരാണ്, ഡിന്നറിന് ഇതുപോലൊക്കെ ഒരു സാധനമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കുക. നല്ല ടയർഡായിട്ട് ഫുൾ സെഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ സർപ്രൈസ് ആയിട്ട് ഹലോ കുക്കു ദേ ഇന്നത്തെ ചിക്കൻ ഗ്രിൽ ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങൾ ഇതേപോലെ ഒരു ഫുൾ പ്ലേറ്റിലാണ് കൊണ്ട്. ഓക്കെ, ടേസ്റ്റ് ചെയ്തോളൂ. യെസ്, ടേസ്റ്റ്. അടിപൊളിയായിട്ടുണ്ട്. ചൂടുള്ളതുകൊണ്ട് ഒരു ഇതുണ്ട്, പക്ഷെ ടേസ്റ്റ് അടിപൊളിയാണ്. സമയം തന്നാ ഞാൻ പയ്യെ കഴിക്കുന്ന ആളാ. പയ്യെ കഴിച്ചാൽ മതി, സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഇത് പാക്ക് ചെയ്താൽ ഓക്കെ, ടേക്ക് യുവർ ടൈം. സൂപ്പർ. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരു സ്പെഷ്യലായിട്ട് പുതിയൊരു ഫ്ലേവർ. നമ്മൾ ഈ മല്ലിയില പൊതുവെ മലയാളികൾക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഓക്കെ, സാധാരണ നമ്മുടെ കറിവേപ്പിലയും അല്ല അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. അപ്പം മല്ലിയില ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള മല്ലിയിലയുടെ ഫ്ലേവറാണ്. അപ്പം മല്ലിയില നേരത്തെ പറഞ്ഞ പോലെ മല്ലിയില എടുത്ത് വെച്ചു, കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് പച്ചമുളകും ആയിട്ട് സോൾട്ട് കല്ലുപ്പിട്ടിട്ട് പേസ്റ്റ് ആക്കി എടുക്കുകയാണ്. ഇത്തിരി ഐസാണ് ഇട്ട് കഴിഞ്ഞാൽ ആ കളർ അതുപോലെ നിലനിൽക്കും. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ആ മിക്സിയുടെ ചൂടിൽ അതിൻ്റെ നിറം പോകാൻ വഴിയുണ്ട്. അപ്പോൾ അരയുന്നതിനോടൊപ്പം തന്നെ ഈ മല്ലിയില ഇങ്ങനെയൊക്കെയുള്ള ഗ്രീൻസ് അരയ്ക്കുമ്പം ആ ചൂട് തൊട്ടി അതിൻ്റെ കളർ പോകാതിരിക്കാനാണ് ഐസ് ഇട്ടിട്ട്, വെള്ളത്തിന് പകരം ഐസ് ക്യൂബ് ഇട്ടാൽ ഐസ് ക്യൂബ് ഇട്ട് നിങ്ങൾ ഇങ്ങനെ ഗ്രീൻ ആയിട്ടുള്ള സാധനങ്ങൾ വെള്ളത്തിന് പകരം ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ കളർ നിലനിൽക്കും. അതിനുശേഷം ഈ ചിക്കൻ കട്ട് ചെയ്തിട്ട് മറിനേറ്റ് ചെയ്യുക. ജസ്റ്റ് സോൾട്ട് ആൻഡ് പെപ്പറും ഈ ഒരു ഫ്ലേവറും മാത്രമാണ്. എന്നിട്ടൊരു ബട്ടറിനകത്ത് ഒരു പാൻ ചൂടാക്കി ഒരു സ്ലോ കുക്കിൽ ഒരു 5 to 7 minutes ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്ന് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഗ്രില്ലാവും. ഇഷ്ടപ്പെട്ട ഒരു ചട്നി ഉണ്ടാക്കാം, ഇഷ്ടപ്പെട്ട സലാഡ് ഉണ്ടാക്കാം. അതുമായിട്ട് ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ഈ ഒരു ഷോയുടെ പ്രത്യേകത, ഇതിനകത്ത് വേറൊരു ഗസ്റ്റോടെ വരും, വേറെ ഫുഡൂടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനുണ്ട്. ഇത്തവണ നമ്മുടെ ഗസ്റ്റ് പത്തനംതിട്ട റാന്നി എന്നുള്ള സിനി റേച്ചലാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സിനി, നമസ്കാരം. ഇതെന്താണ് സംഭവം സിനി? ഇത് ഞങ്ങളുടെ നാട്ടില് ചക്കയലുവാന്ന് ഞങ്ങൾ പറയുന്നേ. ബാക്കിയുള്ളവർ എന്താ പറയുന്നത്? ബാക്കി എല്ലാരും ചക്ക വരട്ടി എന്നാ പറയുന്നത്. ഇത് കാണുമ്പോ തന്നെ അറിയാം, നല്ല ഷേപ്പായിട്ട് ചക്ക വരട്ടി ഹൽവയാക്കിയേക്കാണ്. അതിനകത്ത് കുറെ എള്ളാണോ മേലെ ഉള്ളത്? എള്ളുണ്ട്, ഉണ്ട്, പിന്നെ കാഷ്യൂ നട്ട്സ് ഉണ്ട്. അപ്പൊ പഴുത്ത ചക്ക വരുമ്പോ നിങ്ങളുടെ നാട്ടിലൊരു സ്പെഷ്യൽ ഡിഷാണ്. അതെ, എല്ലാ വർഷവും ചക്കയുടെ സീസൺ ആയി കഴിയുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ആർക്കും അറിയാം ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുന്നത്. അതൊരു 1 yearലേക്ക് നമ്മൾ സൂക്ഷിച്ചു വെച്ചേക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അതെ അതെ അതെ. എപ്പോഴെങ്കിലും ചക്കയുടെ തോന്നുമ്പോൾ നമുക്ക് അതെ, ഈ നാട്ടിൽ ആ സമയത്ത് ആൾക്കാരില്ലാത്തവരില്ലേ, അപ്പൊ അവർക്ക് വേണ്ടിയൊക്കെ വളരെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഇത് ഉണ്ടാക്കാൻ ഒരു 9 മണിക്കൂറോളം എടുക്കും. കാരണം നമ്മൾ മൈദയോ റവയോ അരിപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കാതെയാണ് ഈ വിഭവം ഉണ്ടാക്കുക. എങ്ങനെയാണ് എൻ്റെ ഒരു ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊന്ന് പ്രേക്ഷകരോട് പറയൂ എൻ്റെ റെസിപ്പി? നല്ല പഴുത്ത ചക്ക, വരിക്ക ചക്ക വെച്ചാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പഴുത്ത ചക്ക തേങ്ങാപ്പാലിലൊന്ന് വെന്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ജസ്റ്റ് കുറച്ച് ശർക്കര, മധുരത്തിന് ആവശ്യമുള്ള ശർക്കര അങ്ങോട്ട് ചേർത്ത് കൊടുക്കും. പാവ് കാച്ചിയിട്ടാണ് ഒഴിക്കുക. പാവ് കാച്ചി ഒഴിച്ചിട്ട് അത് ചെറുതീയിൽ കിടന്ന് പതുക്കെ അതിനകത്തെ മോയ്സ്ചർ പോയിക്കൊണ്ടേയിരിക്കണം.
എനിക്ക് പറയുമ്പോ ഇതിന്റെ ഇടയിൽ ആ ചക്ക വരട്ടിയന്റെ ആ ഒരു ഫ്ലേവർ ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? അവിടെ എല്ലാരും പറയും ഇത് പാഴ്സൽ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ പറയാറുണ്ട് സിനി അതങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോഴേയും ചക്കയുടെയും മണം എന്ന് പറയാറുണ്ട് കേട്ടോ. ഇതൊരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ആണോ? അവൈലബിൾ ആയപ്പോ. എന്താണ് ഈ ബ്രാൻഡിന്റെ പേരെന്താ? റേച്ചൽസ് കിച്ചൺ. ഓക്കെ, റേച്ചൽസ് കിച്ചണില് ട്രഡീഷണൽ ഇത് മാത്രമല്ല വേറെയും പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടോ? മറ്റെല്ലാം ഹോംമെയ്ഡ് ആയിട്ടുള്ള കൊഴലപ്പം, അതുപോലെ മാവുണ്ട, ചമ്മന്തിപ്പൊടി ഇതെല്ലാം കിട്ടും. എല്ലാം വാങ്ങിക്കാം. നേഴ്സായിട്ടിരിക്കേണ്ട ഒരാൾ അതിനെ മാറ്റി നാടൻ അവരുടെ അമ്മയുടെയൊക്കെ റെസിപ്പിയൊക്കെ എടുത്ത് പ്രൊട്ടക്ട് ചെയ്തിട്ട് ഇങ്ങനെയുള്ളൊരു അവിലോസ് ഉണ്ട, ചമ്മന്തിപ്പൊടി, അതേപോലെ അച്ചപ്പം, കുഴലപ്പം ഒക്കെ ഉണ്ടാക്കി നിങ്ങൾക്കൊക്കെ തരുന്ന ഒരു സംരംഭകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു നിങ്ങളുടെ ബ്രാൻഡ് എന്താണെന്ന് പ്രഷർ കേൾക്കാം. റേച്ചൽസ് കിച്ചൺ എന്നാണ് ഞങ്ങളുടെ ബ്രാൻഡിന്റെ പേര്. ഓക്കെ, ഇനി നമുക്ക് കൂടുതൽ പറയാം. ടേസ്റ്റ് ചെയ്യാനുള്ള സമയമായി. അതിലാണ് എനിക്ക് താല്പര്യം. അതെ. അടിപൊളിയാണ്. ഈ ചക്ക എവിടുന്നാണ് നിങ്ങളുടെ സ്വന്തം ചക്കയാണോ അതോ കളക്ട്? അല്ല, സ്വന്തം ചക്കയിൽ ഓർഡർ ചെയ്യാൻ പറ്റില്ല. വളരെ ആക്സിഡന്റലി ഞാൻ ഇതിലേക്ക് വന്നാണേ. വെറുതെ ജസ്റ്റ് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ചക്ക നാത്തൂനും എൻ്റെ അനിയത്തിയും ഒക്കെ നാട്ടിൽ വരും. അപ്പോഴത്തേന് കൊടുക്കാൻ വേണ്ടി വീട്ടിലൊന്നും ഉണ്ടാക്കിയതാ. ഉണ്ടാക്കിയിട്ട് ഫേസ്ബുക്കിൽ എഴുതുന്ന അസുഖമുണ്ട്. അപ്പൊ അങ്ങനെ വെറുതെ പോസ്റ്റ് ഇട്ടിട്ട് ആൾക്കാർ സുഹൃത്തുക്കൾ ചോദിച്ചു. പിന്നെ നമ്മുടെ രഞ്ജിത്ത് സ്കറിയ എന്ന് പറഞ്ഞൊരു ബ്ലോഗർ ഉണ്ടല്ലോ, അദ്ദേഹം എങ്ങനെയോ എൻ്റെ നമ്പർ കിട്ടിയിട്ട് എന്നെ വിളിച്ചു. ഒരു 3 ആഴ്ച എന്നെ കമ്പൽ ചെയ്തു വരട്ടെന്ന്. ഞാൻ പറഞ്ഞു, രഞ്ജിതേട്ടാ ഞങ്ങളുടെ വീട്ടിൽ അടുക്കളുടെ സൈഡിൽ ഒരു ചെറിയ ഉരുളി വെച്ച് ചെയ്യുന്ന അത് വീഡിയോയിലൊന്നും എടുക്കാൻ സാരമില്ല സിനി, ആൾക്കാർ അറിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കമ്പൽ ചെയ്ത് എന്നെ കൊണ്ട് എൻ്റെ അടുത്ത് വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയി. അത് 6.4 മില്യൺ വ്യൂസ് ആണ് ആയത്. ഞങ്ങളുടെ മോഡൽ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ പക്ഷേ മലയാളികൾക്ക് ഇതൊക്കെ നമ്മുടെ ഒരു നൊസ്റ്റാൾജിക് എന്ന് പറഞ്ഞാൽ പഴയ ഒരു എത്ര ഇനി മലയാളി എത്ര കോടീശ്വരനായാലും അവരെത്ര ജാട കാണിച്ചാൽ അവൻ്റെ ഉള്ളിൻ്റെ വീട്ടിലെ ആ ഒരു വക്ക് പൊട്ടിയ ചട്ടിയും കൈപോയ പിച്ചാത്തിയും അവരുടെ അമ്മ ഉണ്ടാക്കി കൊടുത്ത ചിരട്ട തവിയിൽ അതൊക്കെ അവരുടെ മെമ്മറിയിൽ എപ്പോഴും ഉണ്ടാവും. നമ്മളൊക്കെ എത്രയൊക്കെ ആയാലും മലയാളി തന്നെയാണ്. എല്ലാ ആശംസകളും ഇത് നല്ല രീതിയിൽ വലിയൊരു സംരംഭമായിട്ട് മാറട്ടെ. താങ്ക് യു. അതുപോലെ ദീപ, താങ്ക് യു സോ മച്ച്. ഈ ഷോയിൽ വന്നു, നിങ്ങളുടെ കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള നല്ല ഡാൻസ് ചെയ്ത് കാണിച്ചു തന്നു. ആൻഡ് ഈ ഒരു പാഷനോടുകൂടി ഇതിനെ കൊണ്ടുപോവുകയും ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു നല്ലൊരു വൈഫ് പ്ലസ് നിങ്ങളൊരു എൻ്റർപ്രണർ, നെക്സ്റ്റ് കരിയർ ഗോൾസ് അതുപോലെ ഇതിനെ ഒരുപാട് ഉയരത്തിലേക്ക് മാറട്ടെ. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. കാരണം എപ്പോഴും ഞാൻ കുക്കുവിൻ്റെ കൂടെയാണ് വരാറ്. ആദ്യമായിട്ട് ഒറ്റയ്ക്ക്, അതും ചേട്ടൻ്റെ കൂടെ, ചേട്ടൻ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് മനസ്സും വയറും എല്ലാം നിറയ്ക്കാൻ പറ്റട്ടെ ചേട്ടന്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് മീ. താങ്ക് യു. അപ്പൊ രണ്ടുപേർക്കും നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. ഗോൾഡ് വിന്നർ മാസ്റ്റർ ഷെഫ് പിള്ളെ 1 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പാർട്ണർ ഗ്രെയിൻ ആൻഡ് ഗ്രീൻസിന്റെ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു ഗസ്റ്റും ഇതുപോലൊരു ഫുഡിന്റെ കഥകളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.